5 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിലേ കിട്ടുന്ന 5 ഡീസൽ യൂസ്ഡ് കാറുകൾ ഏതൊക്കെ നോക്കിയാലോ. അതാണ് പറയാൻ പോകുന്നത്. എനിക്കേ ഡീസൽ വണ്ടിയാണ് വേണ്ടത്. എനിക്ക് മനസ്സിലായി ഫോർഡ് ഫിഗോ ആസ്പയർ കൊടുത്തോന്നല്ലേ. അത് കൊടുത്തു. അത് കൊടുക്കാൻ എനിക്ക് പ്രചോദനമായത് എൻ്റെ പ്രേക്ഷകരാണ്. അതുപോലെ ആ വണ്ടി വാങ്ങിയതും എൻ്റെ ഒരു പ്രേക്ഷകനാണ്. ആ വണ്ടി പേരൊക്കെ മാറ്റി വണ്ടി പുള്ളിയുടെ കയ്യിൽ കൊടുത്തു വിടേണ്ടായത്. പുള്ളി ഹാപ്പിയാണ്. പുള്ളി ഇടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്. ഓക്കെ, അതെന്തോട്ടെ. അപ്പോൾ ഇനിയും എന്തിനാണ് ഡീസൽ കാറെന്ന് ചോദിച്ചാൽ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തന്നെയാണ്. കാരണം നമുക്കൊരു പെട്രോൾ വണ്ടി വാങ്ങിയിട്ട് ഡെയിലി ഡ്രൈവിങ്ങിന് പറ്റുമോ ചോദിച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഓട്ടം കുറവാണെന്നും വെറും 3000 കിലോമീറ്ററാണ് കഴിഞ്ഞ വർഷം ഓടിയതെന്നും ഒക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഈ ഡീസൽ വണ്ടി തന്നെ വാങ്ങണത്? പെട്രോൾ പോരെന്ന് ചോദിച്ചാൽ ആ ഡീസലിൻ്റെ ടോർക്കിനോട് ഒരു അഡിക്ഷൻ ഉണ്ട് എനിക്ക്. അപ്പോൾ അതും ഒരു കാരണമായിട്ട് കാണാം. ഇപ്പോൾ ഓടിക്കുന്നത് വളരെ കുറച്ച് കിലോമീറ്റർ ആണെങ്കിലും നമ്മൾ ചെറിയ സ്പീഡിലേക്ക് വേഗം എത്തി പാഞ്ഞ് കയറി പോകുന്ന ഒരു ഫീൽ കിട്ടുന്ന ടോർക്കിയായിട്ടുള്ള ഡീസൽ എഞ്ചിനുകൾക്ക് ഒരിത്തിരി പ്രത്യേകത ഉണ്ട്. ഓക്കെ, NVH ഒക്കെ പ്രശ്നമാണ്, സൗണ്ട് ലഹളയൊക്കെ ഉണ്ടാവും, പെട്രോളിൻ്റെ പോലെ അത്ര സ്മൂത്തായിട്ടും തോന്നില്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ ഡീസൽ ഒരു ഡീസലാണ്. അങ്ങനെയല്ല, ഡീസൽ എനിക്ക് ഇഷ്ടമാണ്, അങ്ങനെ പറയാൻ പറ്റുക. ഡീസൽ, റുഡോൾഫ് ഡീസൽ, ഡീസൽ ഫ്യൂവൽ, ഡീസൽ കാർ. ഓക്കെ, എന്തോട്ടെ. അപ്പോൾ ഡീസൽ വണ്ടി നോക്കുന്ന ആളുകൾക്ക് പറ്റിയ 5 വണ്ടികളെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രൈസ് പോയിന്റ് 5 ലക്ഷം ഞാൻ വെച്ചത് ഒരു അറ്റമാണ്. അവിടെ നിങ്ങോട്ട് താഴെ 5 ലക്ഷം രൂപ വരെയുള്ള ആ ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഇറക്കിയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റിയ വണ്ടികളെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ചിലപ്പോൾ SUV ഉണ്ടാവും, കാർ ഉണ്ടാവും, ഹാച്ച് ബാക്ക് ഉണ്ടാവും. കാർ എന്ന് പറയുമ്പോൾ സെഡാൻ, ഹാച്ച് ബാക്ക് ഉണ്ടാവും, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഒരു വണ്ടി എന്ന് പറയുന്നത് ഡിസയറിനെ കുറിച്ചാണ്. സ്വിഫ്റ്റ് ഡിസയർ, 2 വണ്ടികളുണ്ട്. ഈ 2 വണ്ടികളുടെയും ഇപ്പോഴുള്ള 3 സിലിണ്ടർ വന്നില്ലേ, ആ ഒരു മോഡലല്ലാതെ അതിന് തൊട്ട് മുമ്പത്തെ മോഡലിൽ നമുക്ക് ഡീസൽ എഞ്ചിനുണ്ട്. ആ ഡീസൽ എഞ്ചിനുള്ള വണ്ടി എന്ന് പറയുമ്പോൾ ചെറിയൊരു വണ്ടിക്ക് ആ ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു ഹൂ ടു ഡ്രൈവ് എന്നൊക്കെ പറയുന്ന നിലയ്ക്കാണ്. നല്ല ടോർക്കിയാണ്, കാലം കൊടുത്താൽ പറന്ന് കയറി പോവും, സൗണ്ട് ലഹളയൊക്കെ വലിയ കാര്യമായിട്ട് പറയാനില്ല. കാരണം മൾട്ടിജെറ്റ് അത്യാവശ്യം സോർട്ടറാണ്. ആ എഞ്ചിനുള്ള ആ പുതിയ ഷേപ്പ്, അതായത് കുറച്ച് പുതിയ ഷേപ്പ്, പഴയ ഷേപ്പ് എന്ന് പറയുന്നില്ല ഞാൻ, കാരണം ഒരുപാട് പഴയതല്ല. ആ പുതിയ ഷേപ്പിലേക്ക് വരുമ്പോൾ അത് അത്യാവശ്യം നല്ല ഡ്രൈവബിളായിട്ടും അത്യാവശ്യം നല്ല കാഴ്ചയ്ക്ക് ഭംഗിയുള്ള വണ്ടിയായിട്ടും അത്യാവശ്യം നല്ല മൈലേജ്, അതായത് ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടും ഒക്കെ കാണാവുന്ന നിലയ്ക്കാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ മോഡൽ, ആ സ്വിഫ്റ്റും അല്ലെങ്കിൽ ആ മോഡൽ സ്വിഫ്റ്റും അതിൻ്റെ ഒരു വലിയ മോഡലായിട്ടുള്ള ഡിസയറും, കോമ്പാക്ട് സെഡാനല്ല, വലിയ സെഡാനല്ല, അതിൻ്റെ ഇടയിലുള്ളൊരു സെഡാൻ എന്ന നിലയ്ക്ക് കാണാവുന്ന ഡിസയർ, ആ ഡിസയറിന് ഡീസൽ ടാക്സിയിലൊക്കെ ഞാൻ കുറേ യാത്ര ചെയ്യുന്നുണ്ട്. ഹൈദരാബാദ് പോയപ്പോൾ അല്ലെങ്കിൽ ബോംബെ പോകുമ്പോഴൊക്കെ അതൊക്കെ അത്യാവശ്യം നന്നായി ഓടുന്ന വണ്ടികളാണ്, നല്ല പവർഫുള്ളായിട്ട് ഓടുന്ന വണ്ടികളാണ്. 20 കിലോമീറ്ററിന് പുറത്ത് ഫ്യൂവൽ എഫിഷ്യൻസി ഉള്ള ഒരു വണ്ടിയാണ് അല്ലെങ്കിൽ വണ്ടികളാണെന്നുള്ളതാണ്. അപ്പോൾ ആ മോഡൽ സ്വിഫ്റ്റ്, ഡിസയർ എന്ന 2 വണ്ടികൾ നമുക്ക് ഈ ഒരു ബഡ്ജറ്റിനുള്ളിൽ വാങ്ങാൻ പറ്റിയ ഡീസലുകളാണ്. അപ്പോൾ 5 ലക്ഷം രൂപ എന്നുള്ളതുകൊണ്ട് നമുക്ക് 5 ലക്ഷം രൂപയുടെ അറ്റത്ത് പിടിച്ച് പറയാം. കാരണം 1 ലക്ഷം രൂപയുടെ 2 ലക്ഷം വണ്ടി പറയേണ്ട കാര്യമില്ല, അതിന് വേറെ സീരീസ് നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ആ ഡിസയറിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചെറിയ വണ്ടിയാണ് എന്ന് നമുക്ക് തോന്നും. പിന്നെ ഒരു വലിയ ഒരു യാത്രാസുഖമുണ്ടോ എന്ന് വെച്ചാൽ ടാക്സി എന്ന നിലയ്ക്ക് യാത്രാസുഖമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു പേഴ്സണൽ കാറായി ഓടിക്കുമ്പോൾ അത്ര വലിയ ഒരു ഫൺ ഫാക്ടർ ഉണ്ടെങ്കിലും യാത്രാസുഖം അത്ര കാര്യമായിട്ടുണ്ടോ വെച്ചാൽ എനിക്ക് അങ്ങനെ വലിയ ഒരു യാത്രാസുഖം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, പക്ഷേ ഒരു ഡീസൽ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വണ്ടി വാങ്ങിയിട്ട് ഓടിക്കുന്നു എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നു നല്ല ചോയ്സായിട്ട് അതിനെ കാണാം. പക്ഷേ ടാക്സിയിലാണ് കൂടുതൽ വണ്ടിയുള്ളത്. അതായത് ഡീസൽ വണ്ടി വാങ്ങിയത് കൂടുതലും ടാക്സിക്കാരാണ്. അതുപോലെ സ്വിഫ്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ ആ വണ്ടികൾ അത്യാവശ്യം എല്ലാം ഓടിയിട്ടുണ്ടാവും. ഇപ്പോൾ സ്വിഫ്റ്റ് ആണെങ്കിൽ പോലും 1 ലക്ഷത്തിൻ്റെ കിലോമീറ്ററിന് മുകളിലൊക്കെ ഓടിയ വണ്ടികളാണ് കണ്ടിട്ടുള്ളത് ഞാൻ നോക്കിയപ്പോൾ. അതുപോലെ ഡിസയർ അങ്ങനെ തന്നെ. പക്ഷേ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ മൾട്ടിജെറ്റ് കുറച്ച് കാലം കിടന്ന് ഓടിയാലും വണ്ടിക്കൊന്നും വരാനില്ല, അല്ലെങ്കിൽ എഞ്ചിനൊന്നും വരാനില്ല, സുഖസുന്ദരമായിട്ട് കിടന്ന് ഓടിക്കോളുന്നതുകൊണ്ട് അത് ഒരു പ്രശ്നമാക്കേണ്ടതില്ല എന്നുള്ള ഗുണമുണ്ട്. അപ്പോൾ സ്വിഫ്റ്റ് അല്ലെങ്കിൽ ഡിസയർ അത് നല്ല ചോയ്സായിട്ട് എനിക്ക് തോന്നി ഡീസൽ എഞ്ചിൻ ഓപ്ഷനുള്ള വണ്ടികളിൽ. മാരുതി കഴിഞ്ഞു, ഇനി പറയേണ്ടത് ഏതാ? ഹുണ്ടായി അല്ലെങ്കിൽ ഹ്യുണ്ടായി അല്ലേ. ഹുണ്ടായുടെ ഒരു ഫ്ലൂയിഡിക് വെർണ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഡീസൽ ഞാൻ പഠിത്ത് നോക്കിയപ്പോൾ ഒരു 3.5 ലക്ഷം 4 ലക്ഷം രൂപയുടെ കണ്ടു. അങ്ങനെ നോക്കിയാൽ അധികം മോടാത്ത ഫ്ലൂയിഡിക് വെർണ 1.6 ഡീസൽ ഒരു 4-4.5 ലക്ഷം രൂപ 5 ലക്ഷം രൂപ ഉള്ളിൽ കിട്ടുകയാണെങ്കിൽ നല്ലതാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ആ ഫ്ലൂയിഡിക് വെർണയുടെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് റീസെയിൽ വാല്യൂ ഇല്ല എന്നുള്ളതാണ്. കാരണം 2.5 ലക്ഷം രൂപ മുതൽ അങ്ങോട്ട് പല വണ്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, 1 ലക്ഷം 2 ലക്ഷം കോടി വണ്ടികളാണെങ്കിൽ കൂടി. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു എക്സാമ്പിൾ, അതായത് അധികം ഓടാത്ത ഒരു വെർണ, ഒരു ഡീസൽ വെർണ, ഓട്ടോമാറ്റിക് പ്രിഫറബിളി. കാരണം ഓട്ടോമാറ്റിക്കിന് വില കുറവാകുമ്പോൾ മാനുവൽ വേണ്ട കാര്യമില്ല, ടോർക്ക് കൺവെർട്ടർ ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് ആയാലും മതി. ആ ഒരു ഓട്ടോമാറ്റിക് വെർണ ഒരു നല്ല ചോയ്സാണ്. അതൊരു എന്തൂസിയാസ്റ്റിക് ഓപ്ഷൻ അല്ല, അതിന് വലിയ ഫൺ ഫാക്ടറൊന്നും പറയാനില്ല. പിന്നെ റാറ്റ്ലിംഗ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നും അല്ലെങ്കിൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള മെയിൻ്റനൻസ് ആണെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എന്നാൽ കൂടി
കൂടി ഒരു ഓട്ടോമാറ്റിക് ഡീസൽ ഒരു ഡെയിലി ഡ്രൈവർ എന്ന നിലയ്ക്ക് മേടിക്കാൻ പറ്റുന്നൊരു വണ്ടി എന്ന നിലയ്ക്ക് കാണാവുന്ന ഒരു വണ്ടിയെ ഫ്ലൂയിഡിക് വരണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ലുക്കും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫീലും ഒക്കെ കൊള്ളാം, അതിലിരുന്ന് യാത്ര ചെയ്യാനും കൊള്ളാം. പിന്നെ 1.6-ൻ്റെ ഒരു എഞ്ചിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ടോ ഞാൻ പറഞ്ഞത്. ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെതാണെങ്കിലും അല്ലെങ്കിൽ സസ്പെൻഷൻ വളരെ ഒരു ഇത്തിരി നിലത്തിരിക്കുന്ന വണ്ടിയുണ്ട്, അടി തട്ടുള്ള ചാൻസ് കൂടുതലാണ്. സസ്പെൻഷൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ കംഫർട്ടബിളാണ്, എന്നാൽ കൂടി അത് തീരെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായതുകൊണ്ട് ഹമ്പിലൊക്കെ ഇറങ്ങുമ്പോൾ അടി തട്ടുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടിയും മൈലേജ് വേണം എന്ന നിലയ്ക്ക് ഒരു ഡെയിലി ഡ്രൈവർ എന്ന നിലയ്ക്ക് കുറച്ച് കാശ് കൊടുത്തിട്ട് ഒരു ഡീസൽ കാർ വാങ്ങി ഓടിച്ച് കളയാം എന്നുള്ള മൈൻഡിലൊക്കെ മേടിക്കാവുന്ന വണ്ടി എന്ന നിലയ്ക്ക് 1,00,000 കിലോമീറ്റർ താഴെ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ 50,000 കിലോമീറ്ററിന് മുകളിൽ ഹുണ്ടായുടെ പഴയ ഡീസലുകൾ അത്ര മികച്ച വണ്ടികളൊന്നും അല്ല 50,000 കിലോമീറ്റർ മുകളിൽ ഓടിയത്. അപ്പോൾ അതിന് താഴെ കിട്ടണം, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു 50,000 to 1,00,000 കിലോമീറ്റർ ഉള്ളിൽ കിട്ടണം, അതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു വില എന്ന് പറയുന്നത് 3.5-4 ലക്ഷം രൂപയ്ക്കുള്ളിൽ കിട്ടണം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഫ്ലൂയിഡിക് വരണയും ഒരു ചോയ്സായിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ മാരുതി കഴിഞ്ഞു, ഹുണ്ടായി കഴിഞ്ഞു, ടൊയോട്ടയുടെ എറ്റിയോസും ലിവയുണ്ട്. പക്ഷേ ഈ എറ്റിയോസും ലിവയൊക്കെ ബെയർബോൺ കാർസാണ്. പിന്നെ എറ്റിയോസിന് ഒടുക്കത്തെ മാർക്കറ്റാണ്. എറ്റിയോസിൻ്റെ മാർക്കറ്റിൻ്റെ കാരണം ടാക്സിക്കാരാണ്. ഈ ടാക്സിക്കാർ ഡീസൽ വണ്ടി എടുത്ത് ഓടുന്ന ഏറ്റവും കൂടുതൽ എറ്റിയോസാണ്. ഓക്കെ, ലിവ കിട്ടുകയാണെങ്കിൽ മേടിക്കാം. ലിവയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ നടുവിലത്തെ മീറ്റർ, സിംഗിൾ വൈപ്പർ, ചീപ്പോ വണ്ടിയാണ് കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ അതിൻ്റെ റിലയബിലിറ്റി ഫാക്ടർ നല്ലതാണ്. അപ്പോഴും ഈ എഞ്ചിൻ ഓയിൽ എയർ ഫിൽറ്ററേക്ക് വരുന്നു, ടർബോ ലീക്ക് ആവുന്നു, അങ്ങനെ കുറേ ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ, ചെറിയതല്ല പണി ഒന്നാമൻ പണിയാണ്, എന്നാലും അങ്ങനത്തെ ഇഷ്യൂസൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കിയെടുക്കുകയാണെങ്കിൽ എറ്റിയോസ് ലിവ ഡീസൽ വലിയ കുഴപ്പമില്ലാത്തൊരു മോഡലാണ് എന്നെനിക്ക് തോന്നുന്നുണ്ട്. എറ്റിയോസ് വേണ്ട, അല്ലെങ്കിൽ എറ്റിയോസിൻ്റെ മുകളിൽ ഞാൻ കൂടുതൽ കയറാത്തത് ഒരു ടാക്സി ഇമേജിലുള്ള വണ്ടിയാണ് എറ്റിയോസ്. ഡിസയറിന് ഇല്ല വെച്ചാൽ ഡിസയറുണ്ട്, പക്ഷേ ഡിസയർ സ്റ്റിൽ ടാക്സി ആയിട്ടും പ്രൈവറ്റ് ആയിട്ടും ഒരേപോലെ ഓടുന്ന വണ്ടികളാണ്. 2 വേഷമുണ്ട്, അന്യനാണത്. പക്ഷേ എറ്റിയോസ് പലപ്പോഴും ടാക്സി ആയിട്ടാണ് കൂടുതൽ കാണുക. പിന്നെ ടാക്സി മാർക്കറ്റിൽ വണ്ടിക്ക് അത്യാവശ്യം മാർക്കറ്റിലുണ്ട് തന്നെ. ഒരു വണ്ടി കൊടുക്കാണ്ട് അപ്പം തന്നെ ടാക്സി കയറും, ചാടി വാങ്ങും, വീഴും, ചാടി വന്ന് വീണ് വാങ്ങാറുണ്ട്. അതുകൊണ്ട് തന്നെ എറ്റിയോസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സ്റ്റിൽ ലിവ ഒരു നല്ല ഓപ്ഷനാണ് എന്നുള്ളതാണ്. 3 വണ്ടി അല്ലേ, മാരുതി, ഹുണ്ടായി, ടൊയോട്ട. ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് ഫോക്സ് വാഗണാണ്. VAG കാറാണ്. അത് വെൻഡോയാണ്. വെൻഡോയുടെ 1.5 ഡീസലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, വെൻഡോയുടെ 1.5 ഡീസൽ 1.6-ൻ്റെ അത്ര ഭീകരമായിട്ടുള്ള പെർഫോമൻസ് നമുക്ക് തരില്ല, അത്ര ഒരു എക്സൈറ്റിംഗ് ആയിട്ട് തോന്നില്ല, അത്ര ഫണ്ണായിട്ട് തോന്നില്ല. ഓക്കെ, 1.6 ആണ് ഡ്രൈവ് ചെയ്യാനായിട്ടും ബെസ്റ്റ്, അല്ലെങ്കിൽ അതാണ് ഏറ്റവും രസം ഓടിക്കാനായിട്ട്. പക്ഷേ 1.5 ആകുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ 5 ലക്ഷം രൂപയ്ക്കുള്ളിൽ കിട്ടുമ്പോൾ ഒരു 2015 അടുപ്പിച്ചുള്ള മോഡലൊക്കെ കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ആ വണ്ടിക്ക് അത്യാവശ്യത്തിന് മെയിൻ്റനൻസ് കോസ്റ്റിലൊരു കുറവ് വന്നത്. ഇപ്പോൾ ജർമ്മൻ കാറുകളെ കുറിച്ച് അറിയാലോ, അത് ഫോക്സ് വാഗണാകട്ടെ വേറെ ഏത് മോഡലാകട്ടെ, കയ്യിൽ നിന്ന് കാശ് പോകണ വഴി അറിയില്ല. പക്ഷേ 1.6 എൻ്റെക്കാളും മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ് 1.5 ഡീസലിന്. അതിന് കാരണം എന്ന് പറയുന്നത് ഒരിത്തിരി കൂടി ലോക്കലൈസേഷൻ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 1.5 കാരണം ഈ ഒരു റേഞ്ചിൽ നമ്മൾ വണ്ടി വാങ്ങുമ്പോൾ ഓടിക്കാൻ ചിലവ് കുറവുകൂടി വേണമല്ലോ. അപ്പോൾ ആ ചിലവ് കുറവിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു 1.5 ഡീസൽ വെൻഡോ ഒരു നല്ല ചോയ്സാണ്. അതിൻ്റെ DSG ഉണ്ട്, പക്ഷേ അതിന് കുറച്ചുകൂടി കൂടുതൽ കാശ് കൊണ്ടുവരും. സ്പീക്കിംഗ് ഓഫ് വിച്ച്, DSGയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് റാപ്പിഡും നോക്കാവുന്നതാണ്. റാപ്പിഡിനും ഇതേപോലെ 2 ഓപ്ഷൻസ് ഉണ്ട്. 1.5 മാനുവലും 1.5 DSG ഉണ്ട് ഡീസലിന്. ഞാൻ പറഞ്ഞത് 1.6 എന്ന് പറഞ്ഞ പ്രൈസ് ബ്രാക്കറ്റ് കുറയും, പിന്നെ 2 ലക്ഷം രൂപ ഉള്ളെന്ന് പറയാം, അല്ലെങ്കിൽ 2.5 ലക്ഷം രൂപ എന്ന് പറയാം. ഇത് പക്ഷേ 5 ലക്ഷം രൂപ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു നല്ല 1.5 ഡീസൽ കാറ് അത് ഈ റാപ്പിഡും അല്ലെങ്കിൽ ഈ ഒരു വെൻഡോയുമാണ്. പിന്നെ ഉള്ളത് പോളോ 1.5 TDI ആണ്. പോളോ 1.5 പറഞ്ഞ പോലെയാണ് ഹാച്ച് ബാക്ക് മതിയെങ്കിൽ പോളോ 1.5ലേക്കും പോവാം. പക്ഷേ ഈ വണ്ടികളിലേക്ക് ഒരു പ്രധാന ഒരു പ്രശ്നം അല്ലെങ്കിൽ പ്രധാന ഒരു ഘടകം എന്ന് പറയുന്നത് മെയിൻ്റനൻസ് അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. സർവീസ് ചെയ്യാനായിട്ടുള്ള ഒരു ഇത്തിരി ആ ഒരു കാശ് നമ്മുടെ കയ്യിൽ വേണം എന്നുള്ളതാണ്. ഓക്കെ, പാർട്സ് വാങ്ങിയിട്ട് കൊണ്ട് പുറത്തുകൊണ്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. വളരെ ചീപ്പായിട്ട് മെക്കാനിക്കുകൾ ചെയ്തു തരുന്ന മെക്കാനിക്കുകളുണ്ട്, അവിടെ കൊണ്ട് ചെയ്യാം. നമ്മളെപ്പോഴും യൂസർ കാർ വാങ്ങുമ്പോൾ ഗുണം അതാണ്, നമുക്കിതൊരു ഹെഡേക്ക് ആയിട്ട് മാറില്ല. നമുക്ക് ഒരു സർവീസ് സെൻറ്ററിനെ വേണ്ടി ആശ്രയിക്കേണ്ടി വരില്ല, കാരണം വാറണ്ടി പോകുന്നുള്ള പേടിയില്ല, നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് നേരാക്കാം. ആ ഒരു കാര്യമാണ്. അങ്ങനെ നോക്കിയാൽ ഫോക്സ് വാഗണിൻ്റെ വെൻഡോ, ഫോക്സ് വാഗണിൻ്റെ പോളോ. എന്നാൽ സ്കോഡയുടെ റാപ്പിഡ് അല്ലെങ്കിൽ റാപ്പിഡിൻ്റെ 1.6 അല്ല ഞാൻ പറയുന്നത്, റാപ്പിഡിൻ്റെ 1.5 മാനുവലോ അല്ലെങ്കിൽ DSGയോ പറ്റാവുന്നതാണ്. അപ്പോൾ DSG വാങ്ങുമ്പോൾ അത് അവോയ്ഡ് ചെയ്യണം എന്ന് എക്സ്പേർട്സ് പറയും. കാരണം DSG എന്ന് പറയുന്നത് ഡ്യുവൽ ക്ലച്ചാണ്. അത് ട്രാഫിക്കിലൊക്കെ എത്രമാത്രം അതിനെ ബുദ്ധിമുട്ടിച്ചിട്ടാണ് ആളുകൾ ഓടിച്ചിട്ടുള്ളതെന്ന് അറിയില്ല. അതിന് ലൈഫ് സ്പാൻ എന്താ അറിയില്ല. ഏറ്റവും കൂടുതൽ മെയിൻ്റനൻസ് വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് DSG ഗിയർ ബോക്സ് ആണ്, ഫോക്സ് ആണ്. അത് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും റിപ്ലേസ്മെൻറ്റ് മാത്രമേ ചെയ്യാറുള്ളൂ, അവർ റിപ്പയർ ചെയ്യുന്ന പരിപാടി പോലുമില്ല. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അത് DSG വാങ്ങുമ്പോൾ 50,000 കിലോമീറ്റർ താഴെ ഓടിയ വണ്ടി വാങ്ങാൻ ശ്രദ്ധിക്കണമെന്ന് പറയാറുണ്ട്. ആ ഒരു 50,000 കിലോമീറ്റർ ഓടിയ താഴെയുള്ള വണ്ടിയൊന്നും നമുക്ക് 5 ലക്ഷത്തിൽ കിട്ടില്ല. 5 ലക്ഷം DSG തന്നെ ഞാൻ പറയുന്നില്ല, കാരണം ആ DSG മോഡലിന് അതിനേക്കാൾ കൂടുതൽ വിലയുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 4 കമ്പനി, മാരുതി, ഹുണ്ടായി, ടൊയോട്ട, ദെൻ ഫോക്സ് വാഗൺ. തത്വത്തിൽ 5ആയി, പക്ഷേ 5ാമത് നമുക്ക് വേറൊരു കമ്പനിയോട് പറയാം.
അത് ഏത് കമ്പനിയാണെന്നറിയോ? ഒരു കോമ്പാക്ട് SUV അല്ലെങ്കിൽ എന്തെങ്കിലും പറയണ്ടേ? അതിന് ഞാൻ പറയുന്നത് ടാറ്റ മോട്ടോഴ്സാണ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഡീസൽ വണ്ടികൾ, ടാറ്റ മോട്ടോഴ്സിൻ്റെ ആൾട്രോസ് ഡീസലുണ്ട്, ടാറ്റ മോട്ടോഴ്സിൻ്റെ പണ്ട് മുതൽ ടിയാഗോ ഡീസലൊക്കെ ഉണ്ട്, അങ്ങനൊന്നും പോകില്ല. ആൾട്രോസ് ഡീസലുണ്ട്, നെക്സോൺ ഡീസലുണ്ട്. എനിക്ക് തോന്നുന്നു ചിലപ്പോഴെങ്കിലും നമുക്ക് നെക്സോൺ ഡീസലുകളൊക്കെ മാർക്കറ്റിൽ വരാറുണ്ട്. നെക്സോൺ ഡീസലുകൾ ആ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ 5 ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ വന്നോളണമെന്നില്ല. കാരണം ഇത്തിരി റീസെയിൽ വാല്യൂ കൂടി നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ 5 ലക്ഷം താഴെ കിട്ടുന്ന ഫസ്റ്റ് ജനറേഷൻ നെക്സോണിനെ കുറിച്ച് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ആ ഒരു നെക്സോണിൻ്റെ ഇഷ്യൂസ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ നെക്സോൺ അങ്ങനെ അത്ര കാര്യമായിട്ട് ഞാൻ പറഞ്ഞില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വിൽക്കുന്ന വണ്ടികളൊന്നും നെക്സോണാണ്. അതുകൊണ്ട് നെക്സോൺ വാങ്ങിയാൽ നിങ്ങൾക്ക് മെയിൻ്റനൻസ് വലിയ പ്രശ്നം ഉണ്ടാവില്ല. സർവീസ് സെൻ്ററുകളുടെ ഒരുപാട് സർവീസ് സെൻ്ററുകൾ ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ട്, കേരളത്തിൽ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് പിന്നെ അത് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ ഒരു ഗാമ്പിൾ എന്ന നിലയ്ക്കൊക്കെ വാങ്ങി നോക്കാവുന്നതാണ്. ഞാൻ പറയുന്നത് റിസ്ക് ഉണ്ട്, റിസ്ക് ഫാക്ടർ ഉണ്ട്. സ്റ്റിൽ ഒരു SUV വേണം, ഒരു ടാറ്റ SUV വേണം എന്ന് മോഹമൊക്കെ ഉണ്ട്. 5 ലക്ഷം രൂപയാണ് ബഡ്ജറ്റെങ്കിൽ നിങ്ങൾക്ക് നെക്സോൺ നോക്കാവുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനിയിപ്പോൾ എന്താ ഓപ്ഷൻ? മാരുതിയിൽ ഓപ്ഷൻ ഒന്നുമില്ലേ? മാരുതിയിൽ ഞാൻ പറഞ്ഞല്ലോ ഡീസലേ ഉള്ളൂ. അപ്പോൾ എക്സ്ക്രോസിന് കുറച്ചുകൂടി വില വരും. എക്സ്ക്രോസിന് 1.6 നമ്മുടെ എക്സ്ക്രോസ് എന്ന് പറയുന്നത് വണ്ടി കിട്ടാണ്ടായിരിക്കും ഈ ബ്രാക്കറ്റിൽ. പക്ഷേ അതിന് നമുക്കുള്ള ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് അതിൻ്റെ പാർട്സൊക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ്. അത് ആക്ച്വലി ഒരു ജാപ്പനീസ് കാറാണല്ലോ. അപ്പോൾ അതിൻ്റെ ഡീസലിൻ്റെ ഒരു എൻജിൻ്റെ ഒരു കോസ്റ്റും അല്ലെങ്കിൽ നേരാക്കാനുള്ള കോസ്റ്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞാനത് ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ പല വണ്ടികളും വേറെ കാണാൻ പറ്റും. ഞാനീ പറഞ്ഞത് നമുക്ക് വാങ്ങിയിട്ട് വലിയ പ്രശ്നമില്ലാണ്ട് കൊണ്ടു നടക്കാൻ പറ്റിയ വണ്ടികളെ കുറിച്ച് മാത്രമാണ്. ഇപ്പോൾ അതിനകത്ത് ഒരു കാരണവശാലും ജർമ്മൻ കാറുകളായിട്ടുള്ള വെൻഡോയും റാപ്പിഡും വരാൻ പാടില്ല അങ്ങനെ നോക്കി കഴിഞ്ഞാൽ. കാരണം അതിനകത്ത് ഏറ്റവും കൂടുതൽ പണി വരാറുള്ള വണ്ടികൾ അതാണല്ലോ എന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷേ ഞാൻ പറഞ്ഞതേ, ഇതിൻ്റെ കൂടെ ഒരു ജർമ്മൻ കാർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. ഒരു ഡീസൽ വണ്ടി നല്ലതാണ്, അത് നമുക്കറിയാം, ഓടിക്കാൻ കുഴപ്പമില്ല എന്നൊക്കെ അറിയാം. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ അത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വെൻഡോയും ഒരു നല്ല ഓപ്ഷനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. റാപ്പിഡും ഒരു നല്ല ഓപ്ഷനാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഫോക്സ്വാഗൺ വണ്ടികളുടെ അതുപോലെ ജർമ്മൻ കാറുകളുടെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് വാറണ്ടി ഉള്ളപ്പോൾ മേടിക്കാണ് പീസ് ഓഫ് മൈൻഡ് നല്ലത്. അതല്ലെങ്കിൽ അതൊരു ഗാമ്പിളാണ്, പണി കിട്ടിയിട്ടിൻ്റെ പണി കിട്ടും. പക്ഷേ എന്നാലും ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് കൊണ്ടുനടക്കാവുന്ന ഒരു പ്രശ്നമേ ഉണ്ടാവുള്ളൂ. വലിയ കുഴപ്പമുണ്ടാവാതെ കൊണ്ടുനടക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ 5 വണ്ടികൾ 5 ലക്ഷം രൂപ. ഇനിയിപ്പോൾ എത്ര രൂപയുടെ ബജറ്റിലാണ് വരേണ്ടത് പറയും. ശരി എന്നാൽ.